5 വർഷത്തെയും അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം. അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFന്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. ഇപ്പോ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ. അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ഇത് കണക്കാണ്. പക്ഷേ നമ്മുടെ നാടിന്റെ അനുഭവങ്ങളുണ്ടല്ലോ, ആ നാടിന്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട്. നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. ഇപ്പോ കേരളത്തില് ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അതായിരുന്നോ പഴയകാലം? പഴയകാലത്ത് പലതിലും ചില തരത്തിലുള്ള റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ. ആ കാലമേ മാറിപ്പോയില്ലേ? അത് കാലത്തിന്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? ആ മാറ്റത്തിന് LDFന്റേതായ ഒരു പങ്കുണ്ടല്ലോ. LDF സ്വീകരിച്ച നയസമീപനത്തിന്റെ ഭാഗമായിട്ടല്ലേ അങ്ങനൊരു കാര്യം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിന്റെ മുന്നിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്തു പരിശോധിച്ചാൽ അത് കാണാൻ കഴിയല്ലോ. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെയുള്ള നവജാത ശിശുക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ കുറഞ്ഞ് 5% എത്തി നിൽക്കുന്നത്. അതാണെങ്കിൽ ലോക റെക്കോർഡായിട്ടല്ലേ മാറുന്നത്. അമേരിക്കയുടെ 5.6 ആകുമ്പോഴല്ലേ നമ്മൾ 5% നിൽക്കുന്നത്. അതേപോലെ തന്നെ മാതൃമരണ നിരക്കും വലിയ തോതിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതൊക്കെ റെക്കോർഡാണല്ലോ. രാജ്യത്തിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ മാറ്റം എങ്ങനെ വന്നതാണ്? വിദ്യാഭ്യാസ രംഗം നമ്മുടെ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ, അന്നത്തെ എണ്ണം 1000-ലധികമായിരുന്നു തോന്നുന്നുണ്ട്, സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു. അടച്ചുപൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു.